ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രോമിസ് ഓഫ് ദ ഡേ എന്ന പ്രഭാത ബൈബിൾ ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ വിലയേറിയ സാന്നിധ്യം നമുക്കെല്ലാവർക്കും അനുഭവിക്കാനായിട്ട് ദൈവം ഇടയാക്കി തീർക്കട്ടെ. ഇന്ന് നമ്മുടെ ധ്യാനത്തിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ ദാനിയേലിനെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു: ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കുക. ഇതേ അധ്യായത്തിൽ തന്നെ 10-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം എന്നാണ്. അതുപോലെ തന്നെ ദാനിയേൽ പ്രവചന പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാചനയുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെടു എന്നാണ്. അപ്പോൾ ഇവിടെ എല്ലാം ദാനിയേലിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ദാനിയേൽ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പുരുഷനായിരുന്നു എന്നാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു, പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. കാരണം ദൈവത്തിൻ്റെ ഹൃദയമിടിപ്പ് അടുത്തറിയുന്നവരാണ് ഈ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത് സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത് എന്നാണ്. അതേ പ്രിയപ്പെട്ടവരെ, യേശുവിനോട് ചേർന്നിരിക്കാനായിട്ട് ആഗ്രഹിക്കുകയും യേശുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ മക്കളെ സ്വർഗം വിളിക്കുന്നത് ഏറ്റവും പ്രിയ പുരുഷൻ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദാനിയേൽ പ്രവചന പുസ്തകം മുഴുവനായി പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ദാനിയേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്ന്. ദാനിയേൽ പ്രവചന പുസ്തകം ഈ 9-ഉം 10-ഉം അധ്യായം എന്ന് പറയുന്നത് ദാനിയേലിന് ദൈവം ഒരു ആത്മീക കാര്യത്തെ ശ്രദ്ധിച്ചപ്പോൾ ആ കാര്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ 21 ദിവസം പ്രാർത്ഥിച്ചും ഉപവസിച്ചും നടന്നതായിട്ടുള്ളൊരു മനുഷ്യനാണ്. ദൈവത്തിൽ നിന്ന് വ്യക്തമായ ആലോചന ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ദാനിയേലിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ വരുമ്പോൾ പറയുന്നത്, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ദാനിയേൽ പ്രവചന പുസ്തകം 6-ാം അധ്യായം നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. തനിക്കെതിരെ ഒരു പ്രതികൂലം ഉണ്ടായപ്പോൾ, അതായത് തന്നെ സിംഹത്തിൻ്റെ കുഴിയിലിട്ട് കളയാനായിട്ട് തൻ്റെ ശത്രുക്കൾ കെണിയൊരുക്കി അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തുമ്പോഴും ദാനിയേൽ പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു കുറവും വരുത്തിയില്ല. 6-ന്റെ 10-ൽ പറയുന്നത്, രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ കണ്ടപ്പോൾ താൻ മുൻപേ ചെയ്തു വന്നതുപോലെ യെരുശലേമിൻ്റെ കിളിവാതിൽ തുറന്നിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാനിയേൽ 3 നേരം പ്രാർത്ഥിച്ചു എന്നാണ്. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും ഏതൊക്കെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് നമുക്ക് തോന്നിയാലും ശരി, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളെ വെച്ച് കർത്താവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് മുന്നോട്ട് യാത്ര ചെയ്യുന്നതെങ്കിൽ കർത്താവിൻ്റെ ഹൃദയപ്രകാരമുള്ള നമ്മെ ദൈവം തമ്പുരാൻ പ്രിയരെന്നായിരിക്കും വിളിക്കുന്നത്. സ്തോത്രം. അതെ, ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങനെ നമ്മളെ മനസ്സിലാക്കുകയും ചെയ്യാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതിൻ്റെ 14-ാം അധ്യായത്തിലോട്ട് നമ്മൾ വരുമ്പോൾ 15-ന്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അത് പ്രമാണിക്കുന്നവരാണ് കർത്താവിൻ്റെ സ്നേഹിതനെന്ന് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരാണ്. കർത്താവിൻ്റെ വഴികളിലൂടെ നമ്മൾ നടക്കാനായിട്ട് ഇച്ഛിക്കുമ്പോൾ കർത്താവ് നമ്മളെ വിളിക്കുന്നത് സ്നേഹിതന്മാരാണെന്നാണ്. അപ്പം ദാനിയേലിനെ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് വിളിക്കാനായിട്ടുള്ള കാരണം, ദാനിയേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരന്തരമായി പ്രാർത്ഥിച്ച്
ദൈവത്തിൻ്റെ ഹിതമെന്തെന്നും ദൈവത്തിൻ്റെ ആലോചന എന്തെന്നും തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. പുതിയ നിയമത്തിനകത്ത് യേശു ക്രിസ്തു തൻ്റെ മക്കളോട് പറയുന്നത് തൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ് കർത്താവിൻ്റെ സ്നേഹിതന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ മനസ്സിലാക്കി അതനുസരിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവത്തിന് നമ്മൾ പ്രിയപ്പെട്ടവരായി മാറുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചും പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്നിരുന്നും കർത്താവിൻ്റെ ഹൃദയപ്രകാരമുള്ള മക്കളായി വളരാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദാനിയേലിനെ ഏറ്റവും പ്രിയ പുരുഷനെന്ന് വിളിക്കുവാൻ, ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് വിളിക്കുവാൻ തക്കവണ്ണം ദൈവമേ അവിടത്തേക്ക് ഇഷ്ടം തോന്നിയതിനായി സ്തോത്രം. ഞങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആലോചനകൾ ചോദിക്കുമ്പോൾ അങ്ങയ്ക്ക് പ്രിയപ്പെട്ടവരായി തീരുന്നത് പോലെ കർത്താവെ, ഞങ്ങളെപ്പോഴും അപ്പനോട് ആലോചന ചോദിച്ച് അപ്പൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന മക്കളായി കാണുവാൻ ദൈവം സഹായിക്കണമേ. അവിടുത്തെ വഴികളിലൂടെ ഞങ്ങൾ ഇന്നത്തെ ദിവസം നടക്കുവാൻ ദൈവം സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൽ ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാപൂർവം, ജയനച്ചൻ.